എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൊതുവിജ്ഞാനം കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ പാർട്ട് 2 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായി പറയാൻ പോകുന്നത് കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം. കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരിയാണ്. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകൾ 941. അതുപോലെ തന്നെ കേരളത്തിലെ ആകെ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ 6 എണ്ണമാണ്. ആകെ മുനിസിപ്പാലിറ്റികൾ 87. ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന കോർപ്പറേഷൻ എന്ന് പറയുന്നത് കണ്ണൂരാണ്. ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന കോർപ്പറേഷൻ കണ്ണൂർ. കേരളത്തിലെ ആകെ ബ്ലോക്ക് പഞ്ചായത്തുകൾ 152. കേരളത്തിലെ ആകെ ബ്ലോക്ക് പഞ്ചായത്തുകൾ 152 ആണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. ഏറ്റവും ജലസമൃദ്ധമായ നദിയും പെരിയാറാണ്. ഏറ്റവും നീളം കൂടിയ നദി അതുപോലെ തന്നെ ഏറ്റവും ജലസമൃദ്ധമായ നദി പെരിയാറാണ്. ഏറ്റവും വലിയ കായൽ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലും അതുപോലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് 2695 മീറ്റർ. 2695 മീറ്റർ. ഏറ്റവും ഒടുവിൽ രൂപമെടുത്ത ജില്ല കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ആദ്യത്തെ ഗവർണർ B രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യ നിയമസഭാ സ്പീക്കർ ശങ്കരനാരായണൻ തമ്പി. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്, ആദ്യത്തെ ഗവർണർ B രാമകൃഷ്ണ റാവു, ആദ്യത്തെ നിയമസഭാ സ്പീക്കർ ശങ്കരനാരായണൻ. അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.